ശ്രദ്ധയോടെ ആ ദൈവവചനത്തോടൊപ്പം നിങ്ങളും വരണം എന്ന് ഓർപ്പിക്കുന്നു. മത്തായി സുവിശേഷം 22:1-14 വരെയുള്ള വാക്യം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവികമായ മർമ്മങ്ങളെ കേൾവിക്കാരായ തൻ്റെ ആളുകൾക്ക്, ഡിസൈപ്പിൾസിന് ക്ലാരിറ്റിയോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കർത്താവ് പാരബിൾ ഉപയോഗിച്ചതായിട്ട് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കല്യാണ വിരുന്നിൻ്റെ, ഞാൻ ഇംഗ്ലീഷ് ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, കല്യാണ വിരുന്നിൻ്റെ, ഒരു വെഡ്ഡിങ് ഫീസ്റ്റിൻ്റെ ഒരു പാരബിള് പറയുകയാണ്. ആ പാരബിള്, എല്ലാ പാരബിളും കർത്താവ് അതിനകത്തൂടെ അർത്ഥമാക്കുന്നത് ഗോസ്പലാണ്. നമ്മൾ ചിന്തിക്കുന്ന ചില പാരബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ശമരിയക്കാരനെ കർത്താവ് അല്ലെങ്കിൽ ഈ സോഷ്യൽ വർക്ക് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പരിപാടിയല്ല. എല്ലാ പാരബിളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് എന്നുള്ളത് സാൽവേഷനാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ പാരബിൾ വായിച്ചാൽ മാത്രമേ ഹോളി സ്പിരിറ്റ് അർത്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇവിടെയും ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പല കാലങ്ങളിലായി, അല്ലെങ്കിൽ ത്രിയേക ദൈവം പല കാലങ്ങളിലായി തൻ്റെ ദാസന്മാരെ അയക്കുകയാണ്. നമ്മൾ ഈ പാരബിൾ വായിക്കുമ്പോൾ മനോഹരമായൊരു കാര്യമുണ്ട്. എന്ത് പറഞ്ഞാലും എവർ റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് സെർവൻസ് ഇതിനകത്തുണ്ട്. അത് ഗോസ്പൽ പോകാൻ പറഞ്ഞാലും, ശിക്ഷ വിധിക്കാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറഞ്ഞാലും എവർ റെഡി ആയിട്ട് നിൽക്കുന്ന സെർവൻസിനെ നമുക്ക് ഈ പാരബിളിനകത്ത് കാണാം. ഇവിടെ നമ്മൾ തുടങ്ങുന്നത്, യേശു പിന്നെയും അവരോട് സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ. ഈ ഗോസ്പൽ ഓഫ് മാത്യു പൊതുവെ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത്, കിങ്ഡം ഓഫ് ഹെവൻ. എന്നാൽ ഇതേ പാരബിൾ മറ്റ് റൈറ്റേഴ്സ് എഴുതുമ്പോൾ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് വലിയ മിസ്റ്ററി ഒന്നുമല്ല. അതായത് ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യാവേ, ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, ഈ പദം ഉപയോഗിക്കാൻ അവർക്ക് അല്പം പാടാണ്, അവർക്ക് അല്പം ഭയമാണ്. അതുകൊണ്ട് ഈ സ്വർഗം എന്ന ദൈവത്തിന് പകരം
ആ ഒരു ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. എന്നാൽ ലൂക്ക് എഴുതുമ്പോൾ തൻ്റെ ഓഡിയൻസ് ഗ്രീക്ക് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അവരോട് ഹെവൻ ഹെവൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് ഇതേ പാരബിള് ലൂക്ക് പറയുമ്പോൾ ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, അതായത് ജെൻഡയിലായ നമുക്കെല്ലാം എളുപ്പമുള്ള ലാംഗ്വേജ് എന്നുള്ളത് ഹെവനേക്കാൾ പരിചയം ഗോഡാണ്. എന്നാൽ ജൂസിനെ സംബന്ധിച്ചിടത്തോളം അതെടുക്കാൻ ഒരല്പം പേടിയായതുകൊണ്ട് അതേ കാര്യം മാത്യു എഴുതിയപ്പോൾ കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഹെവൻ എന്നെഴുതി വെച്ച്. അത്രയേ ഉള്ളൂ കാര്യം. ഇത് രണ്ടും ഒന്നാണ്. കാര്യങ്ങൾ ഈ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ വാക്യത്തിൻ്റെ ഞാൻ ഒരു എക്സജീസീസ് ആയിട്ട് ഈ 14 വാക്യത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. നമ്മൾ ദൈവവചനം പഠിക്കുന്ന ഒരു ചർച്ചയാണ്. അല്ല, എന്നെ വിളിക്കാനൊരു പോസിബിലിറ്റി ഇല്ല. ഞാൻ ഈയിടെ ഒരു പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിനക്ക് മാർക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അതെന്നെ എന്നാ ചെയ്യാൻ? നിങ്ങൾ ആ പദം ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹം എന്നോട് പറഞ്ഞത് വെരി സീരിയസ്. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലേ അങ്ങ് പോകും. അതാണ് പ്രശ്നം. ബാക്ക് ടു ദ സ്ക്രിപ്ചർ. ഇവിടെ കർത്താവ് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ലൈക്ക് എ ഫ്യൂണറൽ, അല്ലെങ്കിൽ ഇതൊരു സാഡ് പ്ലേസ് അല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലെ ഏത് വ്യക്തിയോട് ചോദിച്ചാലും ആ ലോഡ്ഷിപ്പിന് ഈൽഡ് ചെയ്യുന്ന ഏതൊരു ദൈവവേദനും അറിയാം, ക്രൈസിസ് ജീവിതത്തിൻ്റെ എല്ലാ സൈഡിലുണ്ടെങ്കിലും ദൈവരാജ്യം എന്നുള്ളത് ഇറ്റ് ഈസ് ലൈക്ക് എ ഫെസ്റ്റിവൽ, ഇറ്റ് ഈസ് ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ്. ആ മനോഹരമായ ഒരു സ്റ്റോറിയാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത്. പാരബിളിന് സിമ്പിൾ ഡെഫിനിഷൻ ഇതാണ്: പാരബിൾ ഈസ് ആൻ എർത്ത്ലി സ്റ്റോറി വിത്ത് എ ഹെവൻലി മീനിങ്. എല്ലാ പാരബിളും എടുത്തു നോക്കിയോ, അന്നത്തെ പാലസ്റ്റീൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് വ്യക്തിക്കും മനസ്സിലാകാവുന്ന ഒരു സ്റ്റോറി എടുത്തിട്ട് വളരെ ഡിവൈൻലി ഡെപ്തായ ഒരു മിസ്റ്ററി കർത്താവ് പറയുകയാണ് പാരബിളിനകത്തൂടെ. ഒരുപക്ഷെ സ്വർഗത്തിലെ കാര്യം ഈവൻ ഹെവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്തവരോട് ഹെവനിലെ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു എർത്ത്ലി സ്റ്റോറി എടുത്തിട്ട് ഹെവൻലി മീനിങ് അതിനകത്തേക്ക് ഇമ്പോസ് ചെയ്താണ് സംസാരിക്കുന്നത്. നോക്കൂ, അങ്ങനെ ഈ കിങ്ഡം ഓഫ് ഗോഡ് ഒരു വെഡ്ഡിങ് ഫീസ്റ്റ് ആണ്. നമുക്കറിയാം, ഈ ദൈവരാജ്യത്തിലേക്ക് വന്ന ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവർക്കും ഇതായത് ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് സാൽവേഷൻ ഈസ് ജോയ് ഇൻ ദ ലോർഡ്. നിങ്ങൾ ബുക്ക് ഓഫ് ആക്സ് വായിക്കുമ്പോൾ അറിയാം, ആക്സ് 6-7-8 പോകുമ്പോഴാണ് ആദ്യത്തെ, ഞാൻ നാളെ ദൈവം വെച്ചാൽ പറയാം, 8 പോകുമ്പോഴാണ് ആദ്യം കിങ്ഡം ഓഫ് ഗോഡ് ജെറുസലേം വിട്ടുപോകുന്നത്. ശമരിയിൽ ഗോസ്പൽ എത്തിയപ്പോൾ അവരുടെ ആദ്യത്തെ, അല്ലെങ്കിൽ ശമരിയിൽ കിങ്ഡം ഓഫ് ഗോഡ് എത്തിയപ്പോൾ, അല്പം കൂടെ ഡീപ്പായിട്ട് പറഞ്ഞാൽ ശമരിയക്കാർ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ആയപ്പോൾ അവരുടെ ആദ്യത്തെ റെസ്പോൺസ് എന്നായിരുന്നു അറിയാമോ? ജോയ് ഇൻ ദ ലോർഡ്. അങ്ങനെ ചാപ്റ്റർ 8 വായിക്കുന്നത്. അങ്ങനെ എത്യോപ്യയിലെ ആ ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹമാണല്ലോ ആദ്യത്തെ ജെൻഡൈൽ കൺവേർട്ട്. അദ്ദേഹത്തെ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പോസിനെ കാണാതായപ്പോൾ തനിക്ക് ടെൻഷൻ ഉണ്ടായെന്നല്ല, സന്തോഷത്തോടെ എത്യോപ്യക്ക് പോയെന്നാണ് വായിക്കുന്നത്. കാര്യം ദ ഫ്രൂട്ട് ഓഫ് സാൽവേഷൻ ഈസ് ജോയ് ഇൻ ദ ലോർഡ്. നമുക്കറിയാവുന്ന മറ്റൊരു സംഭവമാണല്ലോ, ആ ജയിലറും കുടുംബം രക്ഷിക്കപ്പെട്ടപ്പോൾ അവരാദ്യത്തെ റെസ്പോൺസ് എന്നാ? വലിയ great joy in the Lord. അങ്ങനെങ്കിൽ നോക്കിയേ, ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു സാഡ് പ്ലേസ് അല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ കർത്താവിലാണ്. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള റെസ്പോൺസ് എന്നുള്ളത് റിജോയ്സ് ഇൻ ദ ലോർഡ്. സ്വർഗരാജ്യം തൻ്റെ മകന് വേണ്ടി വിരുന്ന് കഴിക്കുന്ന ഒരു രാജാവിനോട് എത്ര മനോഹരമായൊരു എർത്തലി എക്സാമ്പിൾ. നോക്കൂ, അവിടെ ഞാൻ ഈ പാസേജിനെ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്.
ആദ്യത്തെ ഭാഗം ഇല്ലുസ്ട്രേഷനാണ്. അത് ഞാൻ പറഞ്ഞു തുടങ്ങി, ഇല്ലുസ്ട്രേഷനാണ്. രണ്ടാമത്തെ ഭാഗം ഈ സ്റ്റോറിയുടെ ഇൻവിറ്റേഷനാണ്. ഇൻവിറ്റേഷൻ നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അത് തീരുന്നത് ഇൻഡിഗ്നേഷനാണ്. എന്ന് പറഞ്ഞാൽ നരകം പറഞ്ഞാണ് അതിൻ്റെ 13-ാം വാക്യം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. ഇപ്പം ഇനിയും പ്രസംഗം നടന്നില്ലെങ്കിലും കാര്യം മനസ്സിലായല്ലോ. ആദ്യം ഇല്ലുസ്ട്രേഷനാണ്, 2 ഇൻവിറ്റേഷനാണ്, 3 ഇൻഡിഗ്നേഷനാണ്, ഫൈനൽ കൺക്ലൂഡിങ് തെരഞ്ഞെടുക്കപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ ആ ചൂസൺ കോളിനകത്തുള്ളവര് ബോണഗെയിനായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ലിപ്സിലൂടെ പുറത്തു വന്ന കാര്യമാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് പാരം. നമുക്ക് ഓരോ വാക്യത്തിലേക്ക് പോകാം. ഓരോ വാക്യത്തിലേക്ക്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇതാണ് ഇൻസ്പയർഡ് ഇൻഫാലിബിൾ ഇന്നറന്റ് സ്ക്രിപ്ചർ. ഇതിൻ്റെ പുറത്ത് ദൈവത്തിന് നമ്മോട് ഒന്നും പറയാനില്ല. ഇത് സഫിഷ്യൻ്റ് ആണ്. ഇവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ കർത്താവിനെ പോലെ ആകുന്നിടം വരെ ഒരുവന് വേണ്ടതെല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇറ്റ് ഈസ് ഓൾ സഫിഷ്യന്റ്. ഇതിൻ്റെ പുറത്തേക്ക് ഒരു വെളിപ്പാട് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പീറ്റർ ലേഖനം എഴുതാൻ നേരത്തെ പറഞ്ഞത്, ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഇൻ ദ സ്ക്രിപ്ചർ. അത് നമ്മുടെ മനസ്സിൽ എഴുതി വെക്കണം. ഇത് അതിൻ്റെ ആ സഫിഷ്യൻസി, അതൊക്കെ എനിക്ക് പറയാനായിട്ട് വളരെയധികം സമയം വേണം. ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ ചർച്ചുകൾ ദൈവവചനത്തിൽ നിന്ന് വി ആർ ഫാർ അവേ ഫ്രം ദ സ്ക്രിപ്ചർ. ഇതെൻ്റെ ഹാർട്ട് ക്രൈ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും വിഷമകരമായ കാര്യം, മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും നമ്മുടെ ആളുകളോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. പക്ഷെ സ്ക്രിപ്ചറിന്റെ കാര്യത്തിലോ? എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശാന്തമായിട്ട് ദൈവവചനം പറഞ്ഞാൽ കംപ്ലൈന്റ് എന്നാണ്, കൃപയില്ലെന്നാ പറയുന്നത്. ഞാൻ ഇംഗ്ലണ്ടിലുള്ളൊരു പാസ്റ്ററുടെ കാര്യം പറയാം. അദ്ദേഹം ആ ചർച്ചിൽ ചെന്നപ്പോൾ ഈ പാട്ടുകാർ, എനിക്ക് സത്യം പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കാണുന്ന പേടിയാണ്. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ഇതാണ് പലയിടത്തെയും പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഇൻസ്ട്രുമെൻറ്റുകാരെല്ലാം കൂടെയും സഭായോഗത്തിന് ഇങ്ങനെ നേരെ അങ്ങ് നിൽക്കുകയാണ്. ഇവരുടെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പം ഇവരാദ്യം ചെയ്യുന്നത് ഈ പോഡിയം കൊണ്ട് ഒരിടത്തങ്ങ് വെക്കും. പിന്നെ നടന്ന കാര്യമാണ്. പാസ്റ്റർ പിന്നെ പാവം പിടിച്ച മനുഷ്യൻ പ്രസംഗിക്കാൻ അത് എടുത്തുകൊണ്ട് വരണം പ്രസംഗിക്കാനായിട്ട്. ഒരു കർത്താവിൻ്റെ ദാസൻ സഭ മാറി അവിടെ ചെന്നു. അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ? പുൾപിറ്റ് ബോൾട്ട് ഇട്ടങ്ങ് മുറുക്കി. ഇംഗ്ലണ്ടിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലണ്ടൻ ഭാഗത്ത് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിലേക്ക് നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനിറ്റി കറപ്റ്റഡായി പോയതിൽ നിന്നാണ് ഇന്നേക്ക് 500 വർഷം മുമ്പ് ഭക്തന്മാർ എഴുന്നേറ്റത് അല്ലേ? അവരെഴുന്നേറ്റിട്ട് ആദ്യം ചെയ്തതെന്ന് പറയാം, ബാക്ക് ടു സ്ക്രിപ്ചർ, ബാക്ക് ടു early Christianity, ബാക്ക് ടു ദ ബൈബിൾ. ഇറ്റ് ഈസ് ഓൺലി ഇൻസ്പയർഡ് സ്ക്രിപ്ചർ. അങ്ങനെങ്കിൽ 500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു? വി ആർ ഫാർ അവേ ഫ്രം സ്ക്രിപ്ചർ. ദൈവവചനത്തിന്റെ പ്രാധാന്യത ഹ്യൂസ്റ്റണിൽ എത്ര ചർച്ചിലുണ്ട് നിങ്ങൾ പറ. ദൈവരാജ്യത്തിലെ ഉപമ കർത്താവ് ആദ്യം പറയുക, എക്സ്ട്രാ ഓർഡിനറി ട്രൂത്ത് പറയാൻ, ഹെവൻലി മീനിങ് പറയാൻ ഒരു സിമ്പിൾ എർത്ത്ലി സ്റ്റോറി കർത്താവോട് എടുക്കുകയാണ്. ഈ പറയുന്ന ദൈവരാജ്യം ഭാവിയല്ല, പ്രസന്റ് ആണ്. നാം ദൈവരാജ്യത്തിലാണ്. ഇറ്റേണിറ്റി എന്നുള്ളത് നമ്മുടെ ഭാവി റിവാർഡല്ല. ഇറ്റ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഇൻ എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. വി ആർ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് വി ആർ റണ്ണിങ് ടു ദാറ്റ് അൾട്ടിമേറ്റ് പെർഫെക്ഷൻ എവറി ഡേ.
മനസ്സിലാകുന്നോ? ഇറ്റ് ഈസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. വീണ്ടും ജനിച്ച ഒരുവൻ ദൈവരാജ്യത്തിൽ കടന്നു. അതുകൊണ്ട് നാം ഇന്ന് കേൾക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിലാണ് നമ്മളെന്ന കാര്യം നമ്മുടെ ഉള്ളിൽ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തണം. നോക്കൂ, ഇവിടെ ഇതിൻ്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷനകത്തെ പ്രധാന കാര്യം, രാജാവ് തൻ്റെ മകന് വേണ്ടി കിങ് ഗീവ്സ് ഒരു ഗ്രാൻഡ് വെഡിങ് റിസപ്ഷൻ ഫോർ ഹിസ് സൺ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു വെഡിങ് ഫീസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാൻഡ് വെഡിങ് ഫീസ്റ്റ്. രാജാവിൻ്റെ ആ ഹൃദയത്തിലെ അൾട്ടിമേറ്റ് ആഗ്രഹം, ഓണർ ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ഇതിന്റെ പ്രശ്നം, ആരെങ്കിലും ഈ പ്രോട്ടോകോൾ തെറ്റിച്ചാൽ നിത്യനരകത്തിലേക്ക് പോകണം. ആ ദൈവപിതാവിന്റെ ഹൃദയത്തിനകത്ത് ഒറ്റ ആഗ്രഹമുള്ള ദൈവരാജ്യത്തിനകത്ത് ഓണർ ഹിസ് സൺ. ആ പ്രോട്ടോകോളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ ദൈവം നൽകുന്ന ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്. അപ്പം അതൊരു അല്പം പാടാണെന്ന് എനിക്കറിയാം. നമ്മുടെ നോർമൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നല്ല. പകരപ്പെടുന്ന, ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ റൈച്ചസ്നെസ്സിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് പോകണം. അത്രയ്ക്ക് റേജിങ് ആണ് ഗോഡ് ദ ഫാദർ. നോക്കൂ, ഇതൊരു ഓർഡിനറി വെഡിങ് ഫീസ്റ്റ് അല്ല, ഒരു ഗ്രാൻഡ് സ്കെയിലിൽ നടക്കുന്ന വെഡിങ് ഫീസ്റ്റ് ആണ്. The purpose of this wedding feast is to bring honor to the only son of king. നമ്മൾ ഇന്നൊരു വെഡിങ്ങിന് പോയാൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ ബ്രൈഡിലായിരിക്കും, റൈറ്റ്? നമ്മുടെ ഗിഫ്റ്റുകളെല്ലാം ബ്രൈഡ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസമാണ്. എല്ലാം ഫോക്കസ് ചെയ്യുന്നത് the king's only begotten son. വേറെ ആരും ഇതിനകത്തില്ല. ആ മകൻ ഇവിടെ സംസാരിക്കുന്നതായിട്ട് പോലും നമ്മൾ കാണുന്നില്ല. എല്ലാവരുടെയും ഫോക്കസ് അതിൽ നിന്ന് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടാൻ അനുവദിക്കാത്ത, വളരെ സ്ട്രിക്റ്റായ, ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഒരു കിങ്. അതാണ് ഇല്ലുസ്ട്രേഷൻ. ഇവിടെ ഇത് സത്യത്തിൽ സാൽവേഷനാണ് ഇതിനകത്തെ സന്ദേശം. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് മീ. പ്രൈസ് ദി ലോർഡ്. The very center purpose of our salvation is bringing glory to the Son. ഇവിടെ ആ കാര്യത്തിൽ ഈ രാജാവ് ഒരു എക്സ്ക്യൂസും അനുവദിക്കുന്നില്ല. അതാണ് ഇതിനകത്തെ ആ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ആ ഹെവൻലി മിസ്റ്ററി. മനസ്സിലാവുന്നോ? ഒരു കാരണവശാലും ആ രാജാവ് സമ്മതിക്കുന്നില്ല. ഇത് തന്നെയാണ് നമുക്കറിയാവുന്നൊരു വാക്യമാണ്. എന്നാലും ഒന്ന് എടുത്തേ വേദപുസ്തകം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം ഒന്ന് വായിച്ചോളൂ പ്ലീസ്. മതി. This is the Father's greatest purpose in salvation. Bring all the glory and all the honor to God the Father. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി അഗ്നോസ്റ്റിക്കും ഒത്തിരി എത്തീസ്റ്റും ഒക്കെ ഉണ്ടല്ലേ. The final day there will be no agnostic, there will be no atheist. They all will bow down before God the Son and say He alone is the Lord. ഇവിടെയുള്ളതൊക്കെ കണ്ടോ, ഇതാണ് ഈ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ദിസ് ഈസ് ദ ഇല്ലുസ്ട്രേഷൻ. ഇനിയും രണ്ടാമത്തേത്
ഈ പാരബിളിനകത്തെ വളരെ അല്പം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്പം ഫാസ്റ്റ് പോകണം. ഇൻവിറ്റേഷനാണ്, ഇൻവിറ്റേഷൻ. 3-ാം വാക്യം മുതൽ ആ ഇൻവിറ്റേഷൻ ദൈവാത്മാവ് എഴുതി നമുക്ക് നൽകിയേക്കുകയാണ്. ഒരു ഇൻവിറ്റേഷൻ അല്ല, 3 ഇൻവിറ്റേഷൻ അതിനകത്തുണ്ട്. 3 ഇൻവിറ്റേഷൻ. എങ്ങനെയാ നമുക്ക് ആ വാക്യം, ഞാനൊരു മോണോലോഗ് പോലെ ഒരു വലിയ ക്രൗഡൊക്കെ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാൾ പതിയെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും ഒരു കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നു? നമ്മുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പോയാലേ അതിനെന്തോ ഒരു വൈബ്രേറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അങ്ങനൊന്നുമില്ല. മനസ്സിലാവുന്നു? എൻ്റെ ചിന്ത അനുസരിച്ച് ഇച്ചിരി സ്ഫുടമായിട്ട് ശാന്തമായിട്ടും ഒക്കെ പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പം അല്ലേ? നോക്കിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ആ 3 ഇൻവിറ്റേഷൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവവചനം കൃത്യമായിട്ട് വായിച്ച് പ്രസംഗിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്നാണെന്നറിയാം, വിശ്വാസികൾ വ്യാഖ്യാന ശാസ്ത്രം പഠിക്കും എന്നുള്ളതാണ്. അതേ ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ പല പ്രസംഗരും രക്ഷപ്പെടാൻ കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുമില്ല, നിങ്ങളൊന്നും പഠിക്കത്തുമില്ല. മനസ്സിലാവുന്നു? എന്നാ പറഞ്ഞാലും നമ്മൾ പ്രൈസിലോട് പറയാൻ, ഞാൻ പറയുന്ന പ്രസംഗ സമയത്ത് വല്ലപ്പോഴും ഒക്കെ 1 hour മിണ്ടായിരുന്നു കേൾക്കണമെന്ന് ഞാൻ പറയുന്നത്. പണങ്ങത്തില്ല ഹ്യൂസ്റ്റൺ. എനിക്കങ്ങനെ പേടിയുള്ള ആളൊന്നുമല്ല. നിങ്ങളുടെ ദൈവദാസനോട് ചോദിച്ചാൽ മതി, എവിടെ ആണെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും പറഞ്ഞ മാർക്കറ്റ് കുറവാണ്. 3-ാം വാക്യത്തിലേക്ക് വരാം. നമുക്ക് ആ എത്ര ആ ദൈവവചനത്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ കണ്ടോ? എഴുതുക. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സിലായില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻവിറ്റേഷൻ. ഒരു എക്സ്ക്ലൂസീവ് ലിസ്റ്റാണ് അല്ലേ? അല്ലാതെ ഫ്രീ വേയിൽ പോയി വിളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. വെരി എക്സ്ക്ലൂസീവാണ്. വിളിച്ചവരെ ക്ഷണിക്കേണ്ടതിന്, ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ അയച്ചു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞായിരുന്നല്ലോ, എന്തു പറഞ്ഞാലും ഒബേ ചെയ്യാൻ ഈ മിലിറ്ററിയുടെ ഒക്കെ ഹെലികോപ്റ്റർ എപ്പോഴും സജ്ജമായിട്ട് നിൽക്കുന്നു പറഞ്ഞ പോലെ. അതായത് നമ്മൾ ഏഷ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിനകത്ത് 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി എന്ന് പറഞ്ഞാൽ they are ever ready to obey the commandment from the mouth of God. കാരണം ഇരിക്കുക, സെയിം കാര്യം എർത്തലി സ്റ്റോറിയാണ്, ഡിവൈൻ മിസ്റ്ററി പറയുകയാണ്. ദാസന്മാർ റെഡി ആയിട്ട് നിൽക്കുക. ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവരെന്ത് ചെയ്യുക? വാസ്തവത്തിൽ ഈ 3-ാം വാക്യം 39 പഴയ നിയമ പുസ്തകങ്ങളുടെ സം ആൻഡ് സബ്സ്റ്റൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് മനസ്സിൽ വെച്ചോണ്ട് വാക്യം വായിച്ചു നോക്കിയേ. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം അയച്ച പ്രവാചകന്മാരെല്ലാം, ദാവീദാകട്ടെ, മോശയാകട്ടെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ജഡ്ജസ് ആകട്ടെ, എല്ലാ കാലഘട്ടത്തിലും ദൈവസഭ ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ടു വന്നായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ എല്ലാവരും കറപ്റ്റഡ് ആയപ്പോഴും അണയാത്ത ഒരു വെളിച്ചം. സഭ എല്ലാ കാലഘട്ടത്തിലും ഇരുണ്ട യുഗത്തിലേക്ക് പോയപ്പോഴും അണയാത്ത ഒരു വെളിച്ചം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ. എന്ന് പറഞ്ഞാൽ ഒരു ട്രൂ ബിലീവർ പോലും ഇല്ലാതിരുന്നൊരു കാലം ഭൂമി ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു റിഫോർമർ പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രൂ ചർച്ച് വിതിൻ ദ റോമൻ കാത്തലിക് ചർച്ച്. അതിനകത്തു നിന്നാണല്ലോ റിഫോർമേഷൻ ഉണ്ടായത്. ഞാൻ ഈ റിഫോർമേഷനൊക്കെ പറയാൻ കാര്യമേ, എൻ്റെ ചർച്ചിലെ പിള്ളേരെ ഞാൻ ഇതെല്ലാം പഠിപ്പിക്കും. നന്നായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം, അവർക്കത് ഇൻട്രസ്റ്റ് വേണം. അതുകൊണ്ട് ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് എൻ്റെ അകത്ത് ഇതെല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാവരും പഠിക്കണം. 100 വർഷം അല്ല സഭ ആരംഭിച്ചിട്ട്, 2000 വർഷമായി.
ആകെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? 2000 വർഷമായിട്ട് വ്യാഖ്യാനിക്കാത്ത ചില ശാസ്ത്രങ്ങൾ ഇപ്പം കേൾക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഓരോ അപ്പോസ്തലന്മാരും അങ്ങനത്തെ ഒരു വ്യാഖ്യാനം കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. സഭ ആരംഭിച്ചിട്ട് 100 വർഷമല്ല, 2000 വർഷമായി. അങ്ങനെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസംഗത്തിന് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്. പ്രൈസ് ലോർഡ്. നോക്കൂ, അങ്ങനെങ്കിൽ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് നമുക്ക് പെട്ടെന്നങ്ങ് പോകാം. യെശയ്യാവ് വിളിക്കുന്നുണ്ടല്ലേ? 1-ാം അധ്യായം മുതൽ വിളിക്കുക, വരുവീൻ വരുവീൻ വരുവീൻ. നമുക്കറിയാവുന്ന 55-ാം അധ്യായത്തിനകത്തെ വാക്യമുണ്ടല്ലോ, ദാഹിക്കുന്നവൻ ഏവനും വരട്ടെ, വന്ന് വാങ്ങി തിന്നട്ടെ. ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞു കേൾക്കണോ? God's favorite word in the Bible is come. Come. ന്യൂ ടെസ്റ്റ്മെന്റിൽ അതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടായി, ഗോ അല്ലേ? അങ്ങനല്ലേ കർത്താവ് പറഞ്ഞേ? പഴയ നിയമം മുഴുവൻ എങ്ങനെയാ? കം കം. കാര്യം ഇസ്രായേലിന് പുറത്തേക്ക് പോയായിരുന്നില്ല മിഷൻ. കം കം. ന്യൂ ടെസ്റ്റ്മെന്റിൽ കർത്താവ് തന്റെ പദ്ധതിയിൽ മറ്റൊരു നിലയിൽ ഉപയോഗിക്കുന്നു, ഗോ. താഴോട്ട് വരുന്നുണ്ട് ആ വാക്യം, ഞാൻ കൊണ്ടുവരാം. യെശയ്യാവ് വിളിക്കുന്നു, ജെരമ്യാ കരഞ്ഞോണ്ട് പട്ടിണി കിടന്ന് വിളിക്കുന്നു, എസെക്കിയേൽ ആ വെളിച്ചം കണ്ടുകൊണ്ട് വിളിക്കുന്നു, ദാനിയേൽ അന്യ സംസ്ഥാനത്ത് ഇരുന്നോണ്ട് വിളിക്കുന്നു, കം. ആ വാക്യം എങ്ങനെയാ കർത്താവ് പറഞ്ഞു നിർത്തുന്നത്? അവർക്കോ, when we read the whole Old Testament, ഈ ഒരു കാര്യം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. They are unwilling to come. They were obstinate in heart. They were uncircumcised of heart. ആ ഹൃദയപരിച്ഛേദന നമ്മളെ തിരുവെഴുത്തിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ എൻ്റെ ജനത്തിന് ഹൃദയപരിച്ഛേദന ഇല്ല. അത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പോൾ എടുത്തു പറയുന്നുണ്ട്. They are uncircumcised of heart. വിളിക്കുകയാണ്, അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെ നാളെ ചോദിക്കേ, ഇത് വായിക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു റിസപ്ഷൻ, ആ റിസപ്ഷനിലേക്കുള്ള ഇൻവിറ്റേഷൻ കംപ്ലീറ്റ് നിരസിക്കുകയാണ് അല്ലേ? You don't need to bring anything. ഒന്നും കൊണ്ടുവരണ്ട, just come. ഈ ദൈവരാജ്യത്തിലേക്ക് ഒന്നും ഏൺ ചെയ്യണ്ട, just come. ക്രൂശിലെ ലാംഗ്വേജ് എടുത്താൽ ടെറ്റലസ്റ്റായി, it is finished, everything is set. അങ്ങനല്ലേ വായിക്കുന്നേ? എല്ലാം ഒരുക്കി. You just come, you just come. ഇൻവിറ്റേഷൻ ആണ്. ഓരോ മനുഷ്യനും ആ ഇൻവിറ്റേഷനെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. ഇതാണ് ഫ്രീ ഓഫർ. നിരസിക്കുകയാണ് ഫ്രീ ഓഫർ. ഞാൻ പറഞ്ഞല്ലോ, 39 പുസ്തകങ്ങൾ സമ്മറൈസ്ഡ് ഇൻടു 1 സിംഗിൾ വേഴ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പോള് ആ ഇസ്രായേലിൻ്റെ ടോട്ടൽ കാര്യം എടുത്തുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. 10:21, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടവിടാതെ കൈ നീട്ടിയെന്ന് അവർ പറയുന്നു. ശരിയാ, എല്ലാ കാലത്തും ഇൻവിറ്റേഷൻ ആയിരുന്നു, കം. അതെല്ലാം ശിക്ഷയായിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻവിറ്റേഷൻ. രണ്ടാമത്തെ ഇൻവിറ്റേഷൻ വേഴ്സ് നമ്പർ 4. നിങ്ങളുടെ വാക്യം കണ്ടോ? പിന്നെയും again he sent out other slaves. മറക്കരുത്, ഒരു സെലിഷ്യൽ ഹെലികോപ്റ്റർ എവർ റെഡിയായിട്ട് നിൽക്കുന്ന പോലെ സ്ലേവ്സ് അവിടെ നിൽക്കുകയാണ്. റൈറ്റ്? എഗെയിൻ എന്നൊരു പദം കണ്ടോ? പിന്നെയും. എന്താ അത് കാണിക്കുന്നത്?
that king is a merciful, kind hearted. ഇപ്പോഴും അവൻ വരുവോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു രാജാവ്. ഈ സംഭവം മറ്റൊരു പാരബിളിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോഡിഗൽ സൺ. അഗെയിൻ ഇൻവിറ്റേഷൻ ചെയ്യുകയാണ്. കൈൻഡ് ഹാർട്ടഡായ, വീണ്ടും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ രാജാവ് ഇത്രയും വലിയ ഗ്രാൻഡായിട്ടുള്ള ഫീസ്റ്റ് ഒരുക്കിയിട്ട് വീണ്ടും ആളുകളെ പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്ന, പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒരുക്കി തീർത്തു, എൻ്റെ കാളകളെ, തടിച്ച മൃഗങ്ങളെ അറുത്തു, എല്ലാം ഒരുക്കിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ദേ ആർ ഓൾറെഡി ഇൻവൈറ്റഡ്. അങ്ങനെങ്കിൽ ഈ സെക്കൻഡ് ഇൻവിറ്റേഷൻ, ഞാൻ ആദ്യത്തെ ഇൻവിറ്റേഷൻ പറഞ്ഞു 39 പുസ്തകമാണ്. അങ്ങനെങ്കിൽ ഈ രണ്ടാമത്തെ ഇൻവിറ്റേഷൻ എന്നാണ്? ഇവിടെ ക്ഷണിച്ചവരെ, അത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓഫ് ഇസ്രായേൽ, അതാണ് അതിൻ്റെ അർത്ഥം. ക്ഷണിച്ചവർ. നമ്മൾ വായിക്കാൻ നേരത്ത് റോമൻസ് 9, 10, 11 വായിക്കുമ്പോൾ ഇസ്രായേൽ പോൾ വേദനയോടെ പറയുന്നുണ്ട്, നോട്ട് ഓൾ ഇസ്രായേൽ ഈസ് ഇസ്രായേൽ പറയുന്നില്ലേ? നോട്ട് ഓൾ ഇസ്രായേൽ ഈസ് ഇസ്രായേൽ. അങ്ങനെങ്കിൽ ഇന്ന് സഭയെ നോക്കി അത് തന്നെ പറയേണ്ട അവസ്ഥയാണ്. അയ്യോ, പോള് വേദനയോടെയാ പറയുന്നേ. പോള് പറയുന്ന വാക്കില്ലേ, യഹൂദന്മാരെല്ലാവരും രക്ഷിക്കപ്പെടുവാണെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ എനിക്ക് മനസ്സായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എല്ലാ യഹൂദന്മാരും എൻ്റെ സ്വന്തം ജാതിക്കാരെല്ലാം കർത്താവിങ്കിലേക്ക് വന്നാൽ ഞാൻ നരകത്തിൽ പോയാൽ പോലും കുഴപ്പമില്ല. അത്രയ്ക്ക് വേദനയായിരുന്നു പോളിന്. സെക്കൻഡ് ഇൻവിറ്റേഷൻ എല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം ഒരുക്കിയിരിക്കുന്നു. വസ്ത്രത്തിൽ ഇസ്രായേൽ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ അല്ലെങ്കിൽ ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന്, നമുക്കറിയാം നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരെ പറഞ്ഞയക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വേറെ ഒരിടത്തും പോകരുത്, ഈ ഗൃഹത്തിൻ്റെ അടുക്കൽ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, മനുഷ്യപുത്രം പോയി വരുന്നിടത്തോളം നിങ്ങൾ അവിടെ അങ്ങ് സഞ്ചരിച്ച് എന്ത് ചെയ്യല? ശരിയാ. കാരണം എന്നാണെന്നറിയാമോ? ഗോഡ് ജുഡീഷ്യലി ബ്ലൈൻഡഡ് ദം. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അവര് പർപ്പസ്ഫുള്ളി കണ്ണടച്ചപ്പം കർത്താവ് എന്നെ കാണിച്ചു, ഹി ജുഡീഷ്യലി ബ്ലൈൻഡ് ദം. അതെല്ലാ കാലത്തും ദൈവത്തിൻ്റെ ഇടപാട് അങ്ങനെയാണ്. ഒരു വ്യക്തി വചനം കേട്ടിട്ടും അനുസരിക്കാൻ വില്ലിങ് അല്ലെങ്കിൽ യു ഹാവ് നോ ഹോപ്പ്. ഹി വിൽ ജുഡീഷ്യലി ബ്ലൈൻഡ് യു. വേദനയോടെ കർത്താവ് പറയുക, ഞാൻ പോയി വന്നാലും നിങ്ങൾ യഹൂദ ഈ ഗ്രഹങ്ങൾ, ഈ ട്രൈബ്സ് ഒന്നും നിങ്ങൾ വിസിറ്റ് ചെയ്ത് തീരുകയില്ല. ഇന്നും ഗോസ്പൽ യഹൂദന്മാരുടെ ഇടയിൽ എത്തിയിട്ടില്ല. റൈറ്റ്? അവർ ചെതറിപ്പോയി. എവിടേക്കാണ് ഇന്നും അറിയാൻ മേല. ഇന്നും ആ പ്രോഫസി ഇങ്ങനെ ലൈവായിട്ട് കിടക്കുകയാണ്. ഞാൻ അങ്ങനെ പോയാൽ എനിക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. രണ്ടാമത് നോക്കൂ, അതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്താ ഈ സെക്കൻഡ് ഇൻവിറ്റേഷൻ അറിയാമോ? ഈ സെക്കൻഡ് ഇൻവിറ്റേഷൻ കർത്താവ് ശിഷ്യന്മാരെ അയക്കുകയാണ്. അവിടുത്തെ പ്രയോഗം 3-ാം വാക്യവും 4-ാം വാക്യവും തമ്മിൽ നല്ല സാമ്യമാണ്. വീണ്ടും ക്ഷണിച്ചവരോട് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺലി ദ ട്രൈബ് ഓഫ് ഇസ്രായേൽ. വേറെ ആരുമില്ല. ഇസ്രായേലിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇൻവിറ്റേഷൻ ആരിൽ തുടങ്ങാം? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. വേറെ എങ്ങും പോകുന്നില്ല. മാനസാന്തരപ്പെടുവീൻ, അവരിലേക്ക് മാത്രം എന്ത് ചെയ്യുക? പോവുക. പക്ഷെ ഒത്തിരി ഫോൾസ് ഡിസൈപ്പിൾ തൻ്റെ പിന്നാലെ കൂടുന്നുണ്ട്. കാരണം പിന്നീട് അവരെ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. നമ്മുടെ കർത്താവ് എവിടെ പോയത്? ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് മാത്രമാണ് പോയത്. അതുകൊണ്ടല്ലേ
ആ സിറഫനീഷ്യ സ്ത്രീയോട് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത്, അതിൻ്റെ അർത്ഥം എന്നാ? തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രമാണ് ഇപ്പോഴത്തെ കമ്മീഷൻ ഉള്ളത്. അവർ നിങ്ങളുടെ അടുക്കിലേക്ക് പിന്നാലെ വരും. കണ്ടോ, ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് സെക്കൻഡ് ഇൻവിറ്റേഷൻ. അപ്പോസ്തലന്മാര് യെരുശലേം വിട്ടുപോയില്ലെന്നല്ലേ വായിക്കുന്നേ? അങ്ങനെങ്കിൽ ഗോസ്പൽസ്, the half part of book of Acts, the early epistles is related with the second invitation of God. Got it? ഇവിടെ 5-ാം വാക്യം, അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പം, ശിഷ്യന്മാർ ഭൂമിയിലായിരുന്നപ്പോൾ, അപ്പോസ്തലന്മാർ ഭൂമിയിലായിരുന്നപ്പോൾ they invited many. ആരെയും കാണുന്നില്ല. ഒരുത്തിനോട് കർത്താവ് എൻ്റെ പിന്നാലെ വരാനായിട്ട് പറഞ്ഞപ്പം അവൻ പറഞ്ഞത്, എനിക്ക് വീട്ടിൽ ചെന്ന് ബൈ പറയണം. ഒരുത്തിനോട് ചോദിച്ചപ്പം എനിക്കതും ഇതുമൊക്കെ മേടണം. കർത്താവ് അവരോടെല്ലാം പറഞ്ഞു, നോ, അങ്ങനെയുള്ളവർക്ക് ആർക്കും ഇവിടെ സ്പേസ് ഇല്ല. ഒരുത്തിന് നിലത്തിലേക്ക് പോകണം, ഒരുത്തിന് ബിസിനസ്സിലേക്ക് പോകണം. അവർക്കാർക്കും ഈ ഫ്രീ ഓഫർ വേണ്ട, അവർക്കാർക്കും ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം വേണ്ട. അവരെല്ലാം ആ വഴിക്ക് പൊയ്ക്കളഞ്ഞു എന്ന് മാത്രമല്ല, നമ്മളവിടെ വായിക്കുന്നത് അവർ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. സ്റ്റീഫന്റെ പ്രസംഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, 7-ാം അധ്യായം ആക്സ്. നിങ്ങൾ നീതിമാന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ പ്രവാചകന്മാരെ കൊല്ലാതെ വിട്ടത് ആരെയാണ്? എന്തിനേറെ പറയുന്നു, നീതിമാനെ നിങ്ങൾ കൊന്നില്ലേ? യെശയ്യാവിന്റെ അവസാനം എങ്ങനായിരുന്നു? യെരമ്യാവിന്റെ അവസാനം എങ്ങനായിരുന്നു? ഭക്തന്മാരുടെ മരണം എങ്ങനായിരുന്നു? ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് പോലും ദൈവാലോചന പറഞ്ഞ പുരോഹിതന്മാരുടെ മരണം എങ്ങനായിരുന്നു? പറഞ്ഞയച്ചു. ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കേണ്ടതിനാണ് അയച്ചത്. പക്ഷെ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? ചിലർ നിലത്തിലേക്കും ചിലർ വയലിലേക്കും ചിലർ ബിസിനസ്സിലേക്കും ഒക്കെ പോയപ്പോൾ ഒരു ജലസ് ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവർ പിടിച്ച് കൊന്നുകളഞ്ഞു. ഇത് കണ്ടാണ് ഒരു ഡിഫറെന്റ് ജനറേഷനിൽ ഗോസ്പൽ എഴുതിയ യോഹന്നാൻ പറഞ്ഞത്, അവ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ, ഹല്ലേലൂയ. ഒരു ഭക്തൻ ആ വാക്യം ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, എന്നാൽ കൈക്കൊള്ളുന്നവരെയെല്ലാം സ്വന്തമാക്കാൻ അവൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഞാനതിന് ഇങ്ങനെ പറഞ്ഞ 2ാം ഇൻവിറ്റേഷൻ നിർത്താം. They mistreated them. They beheaded John the Baptist. They crucified Christ. They killed all the apostles. They refused the gospel. They persecuted the church. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി. ശേഷമുള്ളവർ അവരെ പിടിച്ച് കൊന്നുകളഞ്ഞു. Second invitation. Verse 7. But the king was enraged. ടോൺ മാറുകയാണ് പാരവലിൻ്റെ. His vast patience finally exhausted. 7-ാം വാക്യത്തിൻ്റെ ആ സീരിയസ്നെസ് കണ്ടോ? രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. This is what happened at AD 70. ഇതാണ് കർത്താവ് ആവർത്തിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മാർക്ക് 13, മാത്യു 24, ലൂക്ക് 21. അതിൻ്റെ എല്ലാ ഫസ്റ്റ് പാർട്ട് എന്നാണെന്നറിയാമോ? ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അവരോട് പറയുകയായിരുന്നു. രാജാവ് കോപിച്ചു. അവിടെ ആകെ ശേഷിച്ച് എന്നാണെന്നറിയാമോ? ആഷസ് ആൻഡ് റബിഷ്. വേറെ ഒന്നും അവിടെ ശേഷിച്ചില്ല. റോമാലേഖനം
11:8-9 പോൾ അതിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നുണ്ട്. ഈ യഹൂദന്മാരെല്ലാം ചെതറിയോടുന്നു. പോൾ ആ വേദനയെല്ലാം ഓർത്ത് 11-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യത്തിൽ പോൾ ഇങ്ങനെ പറയുന്നത്, അവരുടെ ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്ന് ദാവീദും പറയുന്നു. അതാ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഇവാഞ്ചലിസം ഈസ് ടു ഇവാഞ്ചലൈസ് ദ ജൂസ്. കാര്യം എന്നാണെന്നറിയാമോ? God blinded their eyes. God closed their ear. അവരുടെ ആ ഹൃദയത്തെ ദൈവം അങ്ങ് അറസ്റ്റ് ചെയ്തു. അതാ പോൾ പറയുന്നത്. അതാ ദാവീദ് അന്ന് പ്രൊഫറ്റിക് ലാംഗ്വേജിൽ ഇസ്രായേലിനോട് പറഞ്ഞത്. ഇവിടെ ആ സെക്കൻഡ് ഇൻവിറ്റേഷനിലൂടെ ഇസ്രായേലിൻ്റെ വാതിലടയുകയാണ്. അതാ യോഹന്നാൻ പറഞ്ഞത്, അവ സ്വന്തത്തിലേക്ക് വന്നു. ഈ രാജാവിനെ ആർക്ക് കുറ്റം പറയാൻ പറ്റുമല്ലേ? എത്രയോ കാലങ്ങളായിട്ട് ക്ഷണിച്ചു. ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കേണ്ടതിന് എത്രയോ പേരെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അത് കൂട്ടാക്കാതെ വന്നവരിലേക്ക് വെളിപ്പാടിൻ്റെ കൂടുതലുമായി സ്നാപകം ചെല്ലുന്നു. അത് മനസ്സിലാക്കാത്തവരിലേക്ക് ഒരു മനുഷ്യനും മറുപടി പറയാൻ കഴിയാതെ വണ്ണം ദൈവപുത്രൻ അവരിലേക്ക് വരുന്നു. ഒരു മനുഷ്യനും നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം അപ്പോസ്തലന്മാർ ആത്മനിറവോടെ ചെല്ലുന്നു. ആദ്യം വിശ്വസിക്കുന്നവന് രക്ഷ യഹൂദൻ എന്ന് പറഞ്ഞ് പോൾ ലേഖനം എഴുതുന്നു. പക്ഷേ ഫൈനലി ഗോഡ് judicially blind their eyes and deafen their ear. Door closed. ഒരു ഡ്രിഫ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് അടുത്ത വാക്യം. എങ്ങനെയാണ് ആ തിരിവ് നിങ്ങൾ കണ്ടോ? പിന്നെ അവൻ ദാസന്മാരോട് മതി. Third invitation. Are you following me? First invitation cover the entire Old Testament. Second invitation covers the Gospels and the beginning part of Acts and the earliest epistle. ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം പോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവരിൽ ആദ്യം കണ്ടോ സെക്കൻഡ് ഇൻവിറ്റേഷൻ. തേർഡ് ഒരു വലിയ ചേഞ്ചാണ് അടുത്ത വാക്യം. Then he said to his slaves. ഇവിടെയും സ്ലേവ് റെഡിയാണല്ലേ? നമ്മളിങ്ങനെ കെയർഫുള്ളായിട്ട് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ദാസന്മാർ. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് പിന്നെ അവൻ ദാസന്മാരോട്, ആ ദൈവഹൃദയത്തിലേക്കൊന്ന് എത്തി നോക്കിയേ. വിശാലമായ കൈൻഡ് ഹാർട്ടഡായ ഇത്രയും ഗ്രാൻഡ് പർപ്പസ് ഉള്ള ആ വെഡ്ഡിങ് ഫീസ്റ്റിലേക്ക് ആളുകൾ വരാതിരുന്നപ്പോഴും രാജാവിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് സർവ്വലോകവും മുട്ടുകുത്തി പറയണം ഒരു ദിവസം, ഹീ ഈസ് ലോർഡ്. അതിനുവേണ്ടി ആ രാജാവ് തൻ്റെ ഇൻവിറ്റേഷനെ വൈഡ് ആൻഡ് ഫാർ ആക്കുകയാണ്. കല്യാണം ഒരുങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. Everything he accomplished on the cross for the sufficiency of our salvation. Nothing to bring, just come. ഇതാണ് the preciousness of Christianity. ലോകത്തൊരു റിലീജിയനും ഈ ഓഫറില്ല. Only Christianity. ഒമ്പതാം വാക്യം ന്യൂ ടെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിലേക്ക് വാക്യം തിരിഞ്ഞ് നിങ്ങൾ കണ്ടോ? Go therefore. ഈ വാക്യം വേറെ എവിടെയെങ്കിലും പരിചയമുണ്ടോ? Go into all the world. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്.
അങ്ങനെങ്കിൽ ആ കം എന്ന ഇൻവിറ്റേഷൻ ഗോ എന്ന് മാറുകയാണ്. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, ഇൻവൈറ്റിംഗ് ജൂസ് ആൻഡ് ജെന്റൈൽസ്. വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ, ആ മലയാളത്തെക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? ഗോ ദെയർ ഫോർ ദ മെയിൻ ഹൈവേസ് and as many as you find there, invite to the wedding feast. Meaning, share the gospel. Go and share the gospel. Invite the wedding feast. നേരത്തെ ഒരു വെരി എക്സ്ക്ലൂസീവ് ലിസ്റ്റ് ആയിരുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു ഓർക്കുന്നോ? ഇവിടെയോ ഗോ ഇൻ ടു ഓൾ ദ ഹൈവേസ്, byways, and invite as many as you find. Invite them. എന്താ പറയേണ്ടത്? Everything is prepared. Just come. നമുക്കിത് കൺക്ലൂഡ് ചെയ്യണ്ടേ? ഞാൻ അല്പം പെട്ടെന്ന് മുന്നോട്ട് പോവാ. Go. Here we can hear the sound of Great Commission. അല്ലേ? Go. ലൂക്ക് അവസാന വാക്യം, യെരുശലേം മുതൽ ഭൂമിയുടെ അറ്റത്തോളം. മാത്യു 28 അവസാനം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും, മാർക്ക് വിശ്വസിക്കുന്ന എല്ലാവരെയും. യോഹന്നാൻ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് ദ ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ക്രൈസ്റ്റ്. ഗോ ഹൈവേസ് ആൻഡ് ബൈവേസ് ആൻഡ് ഇൻവൈറ്റ് ആസ് മെനി ആസ് you find in the roadside. Bring them, invite them. Everything is prepared. Come and enjoy the wedding feast and give all glory to the Son of the great King. ഇവിടെ go therefore the highways എന്ന് പറയുമ്പം ആ വേൾഡ് മാപ്പ് നമ്മുടെ മനസ്സിലേക്ക് വന്നു. വേൾഡ് മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇസ്രയേൽ എന്നുള്ളത് എന്നാ, അതൊരു സിറ്റുവേറ്റഡ് ഇൻ എ വെരി സ്ട്രാറ്റജിക് പ്ലേസ്, റൈറ്റ്? മിഡിൽ ഈസ്റ്റ് യാത്ര ചെയ്തവർക്കറിയാം. നോർത്തിലോട്ട് പോയാൽ യൂറോപ്പാണ്, സൗത്തിലോട്ട് പോയാൽ ആഫ്രിക്കയാണ്, സൈഡിലോട്ട് പോയാൽ ഏഷ്യയാണ്. അങ്ങനെയെങ്കിൽ 3 continents are merging together in Palestine. അവിടെ നിന്നുകൊണ്ട് ഗോ ടു ദ ഹൈവേസ് ആൻഡ് ബൈവേസ് എന്നൊരുവൻ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അന്നത്തെ എല്ലാ ടൂറിസ്റ്റുകളും യാത്ര ചെയ്യുന്ന വഴി അതായിരുന്നു. എത്യോപ്യയിലെ മന്ത്രി അവിടെ വന്ന് ഓർക്കുന്നുണ്ടോ? അതൊരു സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ പോണം, ഹൈവേസിലേക്ക് പോകണം, ആഫ്രിക്കയിലോട്ട് പോകണം, യൂറോപ്പിലോട്ട് പോകണം, ഏഷ്യയിലേക്ക് പോകണം. കണ്ടോ, ഗോസ്പലിൻ്റെ വൈഡ് ആൻഡ് റീച്ച് ഏരിയസ് ഉണ്ടോ? ഗോ. പ്രിയപ്പെട്ടവരെ, ആ ഇൻവിറ്റേഷനിൽ ഭക്തന്മാര് തപ്പി വന്നപ്പോൾ കണ്ടതാണ് നമ്മളെ. കം, ഇൻവൈറ്റ്. ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്തേലുമായിട്ട് ആരെങ്കിലും വന്നായിരുന്നോ? അതുകൊണ്ടാണ് സാൽവേഷൻ ഈസ് മോണോർജസ്റ്റിക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സിനർജസ്റ്റിക് അല്ല, ഗോഡ് ആൻഡ് ഗോഡ് അലോൺ. നോക്കട്ടെ, ഈ 2 ദിവസം എപ്പോഴേലും ഉണ്ട്, ഞാനത് പറയാം. അത് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. ഇവിടെ ഇസ്രായേൽ സിറ്റ്സ് അറ്റ് എ വെരി സ്ട്രാറ്റജിക് പ്ലേസ്. As 3 continents merge together, there are international road passing through Israel. അവരോട് പറയുക, മെയിൻ ഹൈവേയിലേക്ക് പോകണം, ജൂസ് ആൻഡ് ജെന്റൈൽസിൻ്റെ എടുക്കലേക്ക് പോകണം. കാരണം they rejected the gospel. ആദ്യ യഹൂദനും പിന്നെ യവനനും വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ, ദൈവരാജ്യം. എല്ലാ പാരബിളിലൂടെയും
കർത്താവ് അർത്ഥമാക്കുന്നത് ഇൻവിറ്റേഷനാണ്. കം. നമ്മോടുള്ള കൽപ്പന ഗോ. ഞാൻ പെട്ടെന്ന് ആ ഭാഗം പറഞ്ഞങ്ങ് നിർത്താം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആരംഭത്തെ സെലക്റ്റഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കാണുന്നവരെ ഓക്കെ, ഒരു ഡിമാൻഡും ഇല്ല, ഒരു ട്രഡീഷനും ഇല്ല. സിറിയയിലോട്ട് മാത്രം പോകാനല്ല പറഞ്ഞേ, ഗോ ടു ആഫ്രിക്ക. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മീൻ. യൂറോപ്പിലോട്ടും പോകണം. ഇൻവൈറ്റ് ദം. എല്ലാവരോടും ഒരുപോലെ പറഞ്ഞേക്കുന്നേ, ഹൈവേ നിൽക്കുന്നവർ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, ഇൻവൈറ്റ് ദം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, എന്ന് പറഞ്ഞാൽ they went to both the religious and non-religious, civilized and uncivilized, educated, ഒരു ബോധമില്ലാത്തവർ, നല്ല വെൽ കൾച്ചറുള്ളവർ, ഒരു കൾച്ചറും ഇല്ലാത്തവർ. as many as you find, invite them. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഫൈഡ് ആൻഡ് വാർ. ഗോ ഇൻ ടു ഓൾ ദ വേൾഡ്. അങ്ങനെങ്കിൽ ഈ യഹൂദന്മാരുടെ വീട് വിട്ടു പോകാത്ത ശിഷ്യന്മാരിത് കേട്ടോണ്ടിരുന്ന ആ ഫീലിംഗ് നിങ്ങളൊന്ന് ആലോചിക്കേ. ഇന്ന് വരെ അവർ ഗോ എന്ന് കേട്ടിട്ടില്ല, കം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഗോ. പ്രിയപ്പെട്ടവരെ, ഈ ഇൻവിറ്റേഷൻ കിട്ടിയ എല്ലാവരും ഓടി വരികയാണ്. യഹൂദനില്ലാത്ത ഒരു ജാതികളെ കൊണ്ട് ഒരു ദൈവരാജ്യം നിറയാനായിട്ട് ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് യഹൂദന്മാർ ഒരു സൈഡിലിരിക്കുമ്പോൾ ഒരു ലാർജ് കമ്മ്യൂണിറ്റി, ഒന്നും പറയാനില്ലാത്ത, ഒരു ട്രഡീഷനും ഇല്ലാത്ത, വഴിത്തലയ്ക്കൽ മറ്റ് കാര്യത്തിലായിരുന്ന നമ്മെ ദൈവരാജ്യത്തിലേക്ക് വിളിച്ചു. ഒന്നും അറിയാൻ പാടില്ലാതെ by God and God alone we all entered into the kingdom of God. Praise the Lord. Illustration, invitation. Now we all are in the kingdom of God. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴല്ലേ ഒരു പ്രൈസിലോട് പറയണ്ടേ? ആമേൻ. ഇന്ത്യയിലായിരുന്നെങ്കിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണെന്ന് ചിന്തിക്കായിരുന്നു. ഞാൻ സിയാറ്റിലാണ് താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ട് പസഫിക് ഓഷ്യൻ മാത്രമുള്ള ഒന്നുമില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അഥവാ പോയാൽ വീണ്ടും സിംഗപ്പൂരിൽ ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ളെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ മനസ്സിലാക്കിയാലും തീരുമാനിച്ചോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. 5 മിനിറ്റോട് കൺക്ലൂഡ് ചെയ്യണം. രാത്രി വീട്ടിൽ പോയി വേദഭാഗം ഒന്ന് വായിക്കണേ. വായിച്ചില്ലേലും ഇതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണേ. എല്ലാവരെയും വിളിച്ചോണ്ട് വന്നു. Verse 11 to 13, this parable now takes an unusual turn at the end. വളരെ സീരിയസ് ആയിട്ടൊരു ടേൺ ആണ് 11-ാം വാക്യം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്തൊരു മനുഷ്യനെ അവിടെ കണ്ടു. ദ ഇൻഡിഗ്നേഷൻ അറ്റ് ദ വെഡിങ്. ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ, കോപം. എല്ലാവരും ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമുക്കറിയാം, വഴിത്തലയ്ക്കൽ കണ്ടവരെ വിളിച്ചത് അല്ലേ? അവർക്കാർക്കും വീട്ടിൽ പോയി ഡ്രസ്സ് മാറാനൊന്നും സമയമില്ലായിരുന്നു. ആരോടും ബൈ പറയാനും സമയമില്ലായിരുന്നു. എല്ലാം ഒരുക്കിയിരിക്കുക, കം ഇൻവൈറ്റിങ്. അങ്ങനെങ്കിൽ നമുക്കറിയാം, അവിടെ വന്ന എല്ലാവരും വേറും പാപികളായിട്ട് തന്നെ വന്നവർ. ആരും വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വന്നവരല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാവുന്നു? ഒരു റൈച്ചസ് മാനും വീട്ടിൽ നിന്ന് വന്നപ്പോൾ റൈച്ചസ് ആയിരുന്നില്ല. എല്ലാവരും സെയിം കാറ്റഗറി. എല്ലാവരും ഹൈവേയിലും ബൈവേയിലും ഉണ്ടായിരുന്നവര്. എല്ലാവരും സിവിലൈസ്ഡോ അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ,
എല്ലാവരും ഒരുപോലെ വന്നു. പക്ഷെ അകത്ത് വന്നപ്പം ഒരുവനെ ഒഴികെ ബാക്കി എല്ലാവരും റൈച്ചസ് ആയിട്ട് കിങ്ങിന് തോന്നി. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവിടെ കൊടുത്ത രാജവസ്ത്രം എന്നുള്ളത് ദാറ്റ് ഈസ് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. അല്ലെങ്കിൽ ഒരുപോലെ കിട്ടുകയല്ലോ. No one can escape from the eagle eye of the Lord King. ഒരുത്തനെ അതിനകത്ത് എന്ത് ചെയ്തു? അതുകൊണ്ട് ആ കർത്താവ് ഉപമ പറഞ്ഞപ്പോഴൊക്കെ ദൈവരാജ്യത്തെ പറ്റി പറയാൻ നേരത്തെ മാത്യു 13 കളപറിക്കുന്ന ഒരു ദിവസം അത് നമുക്ക് മനസ്സിലാകുകയില്ല. നീതിവസ്ത്രം ഇല്ലാത്തവനെ ദൈവത്തിന് നോക്കുമ്പോൾ മനസ്സിലാവും. നീതിവസ്ത്രം ഇല്ലാത്തവനെ ദൂതന്മാർ വലയിലെ മീൻ തെരയുന്ന പാരബിൾ വായിച്ചിട്ടില്ലേ? മാത്യു 13 അവസാന പാരബിൾ. അന്ന് ആർക്കും കളിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാണെന്നറിയാമോ? എന്നെ അല്ല തെരയാനായിട്ട് വിട്ടേക്കുന്നത്. ദ ഏഞ്ചൽ ഓഫ് ഗോഡ് ഈസ് ഡൂയിങ് ദാറ്റ് ഡ്യൂട്ടി. ഇവിടെ നോക്കിയേ, ആ ദൈവത്തിൻ്റെ ഈഗിളയിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെൽഫ് റൈച്ചസ്നെസ് എന്നുള്ളത് ദൈവരാജ്യത്തിൽ ബാധകമല്ല. ഇതിൻ്റെ പേരാണ് ആരെയാ ശിക്ഷിച്ചെന്നറിയാമോ? ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നെസ് വിശ്വസിക്കാത്തവനെയാണ് ശിക്ഷയ്ക്കായി അവിടെ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ തിരുവഴുത്തിലെ ഏറ്റവും ഫേവറേറ്റ് വാക്യം അതെന്നറിയാമോ? പാവം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കി. 4 കാര്യം ആ വാക്യത്തിനകത്തുണ്ട്. ദ ബെനഫാക്ടർ ഗോഡ് ദ ഫാദർ, the substitute God the Son, the beneficiaries all born again Christian, the benefit free imputed righteousness of God. ബാക്കി നിങ്ങളങ്ങ് വായിച്ച് മനസ്സിലാക്കിയോളൂ. ഞാനങ്ങ് നിർത്തുക. ഇവിടെ ഒരു വാക്ക് കണ്ടോ? അവന് വാക്ക് മുട്ടിപ്പോയെന്നാണ് വായിക്കുന്നല്ലേ. സ്നേഹിത, നീ കല്യാണവസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ? ഞാനന്ന് കർത്താവിന് മുന്നിൽ നിൽക്കും എന്നൊക്കെ പറയുന്ന ആളുകളുടെ അവസ്ഥ ഇത്രേ ഉള്ളൂ. ഞാനങ്ങ് ആഫ്രിക്കയിൽ നിന്ന് വന്നതാ. റൈച്ചസ്നെസ്സിനുള്ള സമയം ഒന്നും പറയാൻ പറ്റില്ല. വാക്ക് ആ സ്നേഹിത എന്നുള്ള വിളിയുണ്ടല്ലോ, ദാറ്റ് ഇസ് എ മൈൽഡ് റിബ്യൂക്ക്. മാത്യു 20 പാരോള് പറയുന്നുണ്ട്, 9 മണിക്ക് നേരത്തും 11 മണിക്ക് നേരത്തും വന്നവർക്ക് ഒരേ കൂലി. അത് സാൽവേഷനാണ്. എല്ലാവർക്കും ഒരുപോലെ സാൽവേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടുത്തെ ആശയം അവിടെയും രാവിലെ 3 മണിക്ക് വന്നവനെ വിളിക്കുന്നുണ്ട് സ്നേഹിത. ദാറ്റ് ഇസ് എ മൈൽഡ് റിബ്യൂക്ക്. ആ പേരെന്നെ ആ നിലയിൽ കർത്താവ് വിളിക്കരുത്, ശിക്ഷയാണ് അടുത്തത്. അങ്ങനെ വിളിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? That is a holy character of God. നോക്കൂ, ഇവിടെ 3 കാര്യമാണ്. This man offended the glory of the Son. This man has offended the honor of the King. This man has violated every protocol that King has required. 13 വാക്യം രാജാവ് ശുശ്രൂഷക്കാരോട്, സ്ലേവ്സ് ആർ റെഡി ഹിയർ ടു, ഉണ്ടോ? ശുശ്രൂഷക്കാരോട് കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും. അല്ലെ ഗ്രീക്ക് ലാംഗ്വേജ് വായിക്കുന്ന എങ്ങനെ അറിയാമോ? കരച്ചിലും പല്ലുകടിയെന്ന് മാത്രമല്ല, ദി കരച്ചിൽ, ദി പല്ലുകടി, ദി നാഷിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ലോകത്തിൽ ഇന്ന് വരെ അങ്ങനൊരു പല്ലുകടിയും കരച്ചിലും ഉണ്ടായിട്ടില്ല. The gnashing and the weeping, meaning the greatest weeping and gnashing on that day. ഇരുട്ട് നരകത്തെ കാണിക്കുന്നു, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, ഇരുട്ട് മരണത്തെ കാണിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പിൻ. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവ് കൺക്ലൂഡ് ചെയ്യുക, വിളിക്കപ്പെട്ടവരോ
അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രനിലൂടെ ഈ രാജാവ് നമ്മളെ കണ്ടായിരുന്നു. അവിടുന്ന് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് വിളിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. കം എന്ന് പറഞ്ഞപ്പം നമ്മളിങ്ങ് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം, ഇതൊന്നും നമ്മുടെ കഴിവല്ല, കൃപയാൽ, ബൈ ഗോഡ് ആൻഡ് ബൈ ഹിസ് ഗ്രേസ് അലോൺ. അതുകൊണ്ടാണ് ഭക്തന്മാർ പറഞ്ഞത് ബൈ ഫെയ്ത്ത് അലോൺ ആൻഡ് ബൈ ഗ്രേസ് അലോൺ. സ്വർഗ്ഗീയ പിതാവേ, തിരുവെഴുത്തിനായിട്ട് സ്തോത്രം. ഈ ദൈവരാജ്യത്തിലെ സന്തോഷം അനുഭവിപ്പാൻ എന്ന് ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ദൈവത്തിൻ്റെ നിത്യതയിലെ തെരഞ്ഞെടുപ്പിൽ അടിയങ്ങളെയും കണ്ടതോർത്ത് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ.